നമുക്കിനി പഠിക്കേണ്ടത് ന്യൂറോഗ്ലിയ സെൽസ് ആണ്. നെർവസ് സിസ്റ്റം എന്തിനാണെന്ന രീതിയിൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അത് മെസ്സേജസ് ക്യാരി ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണെന്നത്. പക്ഷെ ന്യൂറോഗ്ലിയ സെൽസ് അങ്ങനെ മെസ്സേജസ് ഇമ്പൾസസ് ഒന്നും ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. പിന്നെ എന്താണ് ഗ്ലിയ സെൽസിന്റെ ഫംഗ്ഷൻ നോക്കാം. അത് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സെല്ലുകളുണ്ടല്ലോ, ന്യൂറോൺസ്, അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിനെ നറിഷ്മെന്റ് കൊടുക്കുക, വേണ്ട പോഷകങ്ങൾ കൊടുക്കുക, അതിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഇതൊക്കെയാണ് ന്യൂറോഗ്ലിയ സെൽസിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ കാണപ്പെടുന്ന ന്യൂറോഗ്ലിയ സെൽസും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ കാണുന്ന ന്യൂറോഗ്ലിയ സെൽസും. ഓരോന്ന് നോക്കാം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തില് 4 ന്യൂറോഗ്ലിയ സെൽസ് ആണ് നമുക്ക് പഠിക്കേണ്ടത് പ്രധാനമായിട്ടും. അതിൽ ആദ്യത്തെ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെർവ്സിന്റെ ഡയഗ്രാം വരച്ചപ്പോൾ അതിന് ചുറ്റും ആക്സോണിന് ചുറ്റും മൈലിൻ ഷീറ്റ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ മൈലിൻ ഷീറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന, അത് മൈലിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ നെർവ്സിന് ചുറ്റും ആക്സോണിന് ചുറ്റും മൈലിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ്. അടുത്ത സെല്ലാണ് ആസ്ട്രോസൈറ്റ്സ്. ആസ്ട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർ എന്നുള്ള മീനിങ് ആണ്. സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സെൽ. അത് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒളിഗോഡെൻഡ്രോ സെൽ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ആസ്ട്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ സെൽസ്. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് വരുന്നത് കാരണം വെച്ചാൽ അതിന്റെ ഷേപ്പ് കൊണ്ടാണ്. ഒരു സ്റ്റാർ ഷേപ്ഡ് സ്ട്രക്ചറാണ് ആസ്ട്രോസൈറ്റ്സിനുള്ളത്. ഇനിയിപ്പോൾ അതിന്റെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരുപാട് ഫംഗ്ഷൻസ് ചെയ്യുന്ന ഒരു സെല്ലാണ് ആസ്ട്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. അത് ന്യൂറോൺസിന് എന്താ പറയാ സപ്പോർട്ട് നൽകും, നറിഷ്മെന്റ് നൽകും, അങ്ങനെ പല ഫംഗ്ഷൻസും ചെയ്യുന്നുണ്ട്. അതുപോലെ ന്യൂറോൺസിന് പല വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാകും. ഈ ഒരു ന്യൂറൽ മെസ്സേജ് ട്രാൻസ്ഫറിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ബാക്കി വരുന്ന കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും. ആ വേസ്റ്റ് ഒക്കെ ഡിബ്രീസ് ഒക്കെ ക്ലീൻ ചെയ്യുക, അതിന് ചുറ്റുമുള്ള ഒരു കെമിക്കൽ കമ്പോസിഷൻ ഒക്കെ ഹെൽത്തി ആയിട്ട് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. ഇങ്ങനത്തെ പല പണിയും എടുക്കുന്ന ആളാണ് ആസ്ട്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എപ്പിഡെർമൽ സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൽസിന്റെ ഒരു കൂട്ടം, അത് ലൈനിങ് ആയിട്ടാണ് പലപ്പോഴും വരുന്നത്. ബ്രെയിനും സ്പൈനൽ കോഡിനും ഒക്കെ ഒരു ലൈനിങ് പോലെ വരുന്ന സെൽസ് ആണ്, ഒരു കവറിങ് പോലെ വരുന്ന സെൽസ് ആണ് എപ്പിഡെർമൽ സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്ത സെൽസ് മൈക്രോഗ്ലിയ. പേര് തന്നെ മൈക്രോ, ഒരു ചെറുതുണ്ട് അല്ലെ. ഏറ്റവും ചെറിയ സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോഗ്ലിയ സെൽസ് ആണ്. ഇവരുടെ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ബ്രെയിനിൽ ജേംസ് വരും, പലതരത്തിലുള്ള രോഗാണുക്കളൊക്കെ വരും. അപ്പൊ അത്തരം രോഗങ്ങളിലും കാര്യങ്ങളൊക്കെ ബ്രെയിനെ സപ്പോർട്ട് ചെയ്യാൻ ഫാഗോസൈറ്റോസിസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ട. ഒരു ജീവൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എൻഗൾഫ് വിഴുങ്ങിയിട്ട് ഒരു ആ രോഗാണുവിനെ നശിപ്പിക്കുന്ന രീതിയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ ഫാഗോസൈറ്റോസിസ് ഒക്കെ ചെയ്ത് ബ്രെയിനിനെ ബാക്കിയുള്ള ഈ രോഗാണുക്കളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയാണ് മൈക്രോഗ്ലിയ ചെയ്യുന്നത്. ഇത്രയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തില് നമുക്ക് പഠിക്കാനുള്ള ഗ്ലിയ സെൽസ്. ഏതൊക്കെയാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്, ആസ്ട്രോസൈറ്റ്സ്, എപ്പിഡെർമൽ സെൽസ്, മൈക്രോഗ്ലിയ. ഇനി അടുത്ത നമുക്ക് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ നോക്കാം. ഷ്വാൻ സെൽസ്. ഷ്വാൻ സെൽസിന്റെ ഫംഗ്ഷൻ എന്താ? ഒളിഗോഡെൻഡ്രോസൈറ്റ്സിന്റെ ഫംഗ്ഷൻ എന്താണോ അത് തന്നെയാണ് ഷ്വാൻ സെൽസിന്റെ ഫംഗ്ഷൻ. പക്ഷേ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലാണ്. എന്താ? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോൺസിന് മൈലിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഷ്വാൻ സെൽസ് ആണ്. അടുത്ത സാറ്റലൈറ്റ് സെൽസ്. സാറ്റലൈറ്റ് സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോണിന്റെ ആക്സോൺ ഒക്കെ ചുറ്റും അതിൽ കംപ്ലീറ്റ്ലി കവർ ചെയ്തിരുന്ന രീതിയിൽ കാണപ്പെടുന്ന ഗ്ലിയ സെൽസ് ആണ് സാറ്റലൈറ്റ് സെൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതൊക്കെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നതല്ലോ, കൃത്യമായിട്ട് പറയുന്നില്ല. എങ്കിലും അത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ന്യൂറോണിനെ മൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിന് സപ്പോർട്ട് കൊടുക്കുന്നു, അതിന് ചുറ്റുമുള്ള ഒരു ഇമ്പൾസ് ട്രാൻസ്ഫർ ചെയ്യാണ്, ഒരു കെമിക്കൽ എൻവയോൺമെന്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻസ് ആയിരിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത്രയാണ് ന്യൂറോഗ്ലിയ എന്ന് പറഞ്ഞ ടോപ്പിൽ നമുക്ക് പഠിക്കാം. നമ്മൾ ന്യൂറോഗ്ലിയ സെൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി ബ്രെയിനിനെ കുറിച്ച് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്. അതുപോലെ മെംബ്രെയിനുകളായിട്ടും ബാരിയറുകളായിട്ടും ഒക്കെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും. അത്തരം കുറച്ച് മെംബ്രെയിനെ കുറിച്ചും ബാരിയറിനെ കുറിച്ചൊക്കെ നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം പറഞ്ഞ കുറച്ച് ബാരിയേഴ്സ് ഒക്കെ ഉണ്ട്. മെനിഞ്ചസ്, സെറിബ്രൽ സ്പൈനൽ ഫ്ലൂയിഡ് ഒക്കെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. മെനിഞ്ചസ് എന്താ?
നമ്മുടെ ബ്രെയിനിനെ എൻവലപ്പ് ചെയ്തുകൊണ്ട്, ബ്രെയിനെ കവർ ചെയ്തുകൊണ്ട് ഉള്ള ഒരു മെംബ്രെയിനാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 ലെയറാണുള്ളത്: ഡ്യൂറ മാറ്റർ, അരിക്കനോൺ മാറ്റർ, പിയാ മാറ്റർ. ഇതിന്റെ അരിക്കനോൺ മാറ്ററിനും പിയാ മാറ്ററിനും ഇടയിൽ ഒരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. ഇതൊരു ഫ്ലൂയിഡാണ്, അത് ബ്രെയിനിലും സ്പൈനൽ കോഡിലൊക്കെ കാണും. ഇതിന്റെ രണ്ടിനെയും, മെനിഞ്ചസിനെയും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനെയും ഫങ്ഷൻസ് ഏകദേശം സെയിം ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്രെയിനിൽ സ്പൈനൽ കോഡിന് ഒരു ഇമ്പാക്ട് ഉണ്ട്, ഒരു ട്രോമ എന്ന അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. നമ്മളെവിടെയും വീഴും അല്ലെങ്കിൽ തട്ടി എവിടെയെങ്കിലും അടിച്ചു വീഴും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ബ്രെയിനിൽ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പുഷിംഗ് എഫക്റ്റ് കൊടുക്കുന്നതാണ് മെനിഞ്ചസും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡൊക്കെ. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനെ അതിനെ നറിഷ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ കൂടി ഉണ്ടാവും, ന്യൂട്രിയൻസ് എത്തിക്കുന്ന കാര്യത്തിലൊക്കെ. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് കൂടിയാണ്, അതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല. ഇത് ഉണ്ടാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വെൻട്രിക്കിൾസിലെ കൊറോയിഡ് പ്ലെക്സസ്, ഇമ്പോർട്ടൻറ്റ് വാക്കാണ്. കൊറോയിഡ് പ്ലെക്സസിലാണ് ഇത് ഉണ്ടാകുന്നത്. കൊറോയിഡ് പ്ലെക്സസിലെ എപ്പൻഡൈമൽ സെൽസ്, കൊറോയിഡ് പ്ലെക്സസിലെ എപ്പൻഡൈമൽ സെൽസിലാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എന്നിട്ടോ അത് അരിക്കനോയിഡ് ഗ്രാനുൾസിലേക്ക് അബ്സോർബ് ചെയ്യും. ഇനി ഇങ്ങനെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഒക്കെ ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ബ്ലഡ് ഉണ്ട്, ബ്രെയിൻ ഉണ്ട്, ഇതൊക്കെ നമ്മുടെ ആ ഒരു ബ്രെയിനിന്റെ ഭാഗത്തുള്ള സാധനങ്ങളാണ്. അപ്പോൾ ബ്ലഡും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും രണ്ടും ഫ്ലൂയിഡാണ്. പിന്നെ ഇത് രണ്ടും കലരാൻ ചാൻസ് ഉണ്ട്. ഇത് രണ്ടും കലരി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഡയറക്റ്റ് ആയിട്ട് ബ്രെയിനുമായിട്ട് കോണ്ടാക്ട് വന്നാലും അതും കുറച്ച് റിസ്ക് ആണ്. കാരണം ബ്രെയിൻ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനുമാണ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിലൂടെയൊക്കെ ചിലപ്പോൾ രോഗങ്ങളൊക്കെ വന്നാലോ. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ 3 ആൾക്കാർ, ബ്ലഡും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും ബ്രെയിനും തമ്മിൽ ഉള്ളൊരു ബാരിയറാണ് ബ്ലഡ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ബാരിയർ, ബ്ലഡ് CSF ബാരിയർ എന്ന് പറയുന്നത്. അതിന് പെയർ ഓഫ് മെംബ്രെയിൻ ഉണ്ട്, 2 മെംബ്രെയിൻ ഉണ്ട്. ആദ്യത്തെ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ബ്ലഡും CSF തമ്മിൽ. ഈ മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പിത്തീലിയൽ സെൽസ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു മെംബ്രെയിൻ ആണ്. എപ്പിത്തീലിയൽ മെംബ്രെയിൻ സെൽസ് തമ്മിൽ ടൈറ്റ് ജംഗ്ഷൻ ആയിരിക്കും. ഇതിന്റെ ഇടയിൽ കൂടെ ഒന്നും ഒരു സാധനം കടത്തി വിടാതെ ഇത്രയും ടൈറ്റ് ആയിട്ട് ബ്ലഡും CSF തമ്മിൽ ഒരിക്കലും കലരാതെ കൊണ്ട് നടക്കുന്ന ഒരു ബാരിയറാണ്. ആദ്യത്തെ മെംബ്രെയിൻ ആണ് ബ്ലഡ് CSFന്റെ എപ്പിത്തീലിയൽ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മെംബ്രെയിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെംബ്രെയിൻ എന്ന് പറയുന്നത് അരിക്കനോയിഡ് മെംബ്രെയിൻ ആണ്. ഇത് ബ്രെയിനെ എൻവലപ്പ് ചെയ്തുകൊണ്ടുള്ള കവറിംഗ് ആണ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഡയറക്റ്റ് ആയിട്ട് ബ്രെയിനായിട്ട് കോൺടാക്ട് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഫ്ലൂയിഡാണ്, ഒരു മെംബ്രെയിൻ ആണ് അത് അരിക്കനോയിഡ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ബ്ലഡും ബ്രെയിനും കൂടി കോൺടാക്ട് വരുന്ന സമയത്ത് അവിടെയുള്ള ഒരു ബാരിയറാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എല്ലായിടത്തും ഇല്ല. ചില സമയത്ത് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്ന ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അതുപോലെ അതല്ലാത്ത സ്ഥലത്തുള്ളതാണ് ബ്ലഡ് CSF ബാരിയർ എന്ന് പറയുന്നത്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എവിടെയാണ് ഉണ്ടാവുക? അത് നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന വെയിൻസ് അല്ലെങ്കിൽ ഞരമ്പുകൾ എന്ന് പറയുന്നത്, രക്തം കൊണ്ടുപോകുന്ന ഞരമ്പുകളാണ്. വളരെ ചെറിയ ഞരമ്പുകളായിരിക്കും. അതായത് കാപ്പിലറീസ് ഒക്കെ ആയിട്ടായിരിക്കും അതിന്റെ അറ്റത്തെത്തുമ്പോഴേക്കും ആവാം. അപ്പൊ ഈ കാപ്പിലറീസ് ബ്രെയിനിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുമ്പോൾ ബ്ലഡിൽ പലതരം സാധനങ്ങളും ഉണ്ടാവും. ഇതൊക്കെ ബ്രെയിനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ ബ്ലഡിൽ ചിലപ്പോൾ പലതരം രോഗങ്ങളൊക്കെ ഉണ്ടാവാം. ഇത് ബ്രെയിനിലേക്ക് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് വരാൻ പാടില്ല. അപ്പൊ ആ കാപ്പിലറീസിനെ, ബ്രെയിനിലേക്ക് പോകുന്ന ആ ബ്ലഡ് കാപ്പിലറീസിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന എൻഡോത്തീലിയൽ സെൽസ്, അതേപോലെ പെരിസൈറ്റ്സ്, സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സെൽസ് ആണ്, അതേപോലെ ആസ്ട്രോസൈറ്റ്സ് എല്ലാം കൂടെ ഈ കാപ്പിലറീസിനെ കവർ ചെയ്യും. ഇങ്ങനെ കവർ ബ്രെയിനും ബ്ലഡും തമ്മിലുള്ള ഈ ഒരു കവറിങ്ങിന്, ഈ ഒരു മെംബ്രെയിനെയാണ് എന്ത് പറയുക? ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയാം. നമ്മൾ എന്തൊക്കെ പഠിച്ചു? മെനിഞ്ചസ് എന്താ പഠിച്ചു, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്താ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ബ്ലഡ് CSF ബാരിയർ എന്താ പഠിച്ചു, അതല്ലാത്ത സാഹചര്യത്തിൽ വരുന്ന ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ കുറിച്ച് പഠിച്ചു.